ഇന്നുണ്ടല്ലോ ഞാൻ ക്ലാസ് വിട്ട് വന്നപ്പോഴത്തേനും അമ്മ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഷേപ്പ് വെച്ചിട്ട് അത് പഴംപൊരിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ മാവ് ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ആ മാവെല്ലാം കൂടെ തേച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൈദമാവ് ഇങ്ങനെ വെന്തത്. ഹെൽത്തി ഒന്നും അല്ല, പക്ഷേ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. വർഷത്തിലൊരിക്കലൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. നമ്മൾ പിന്നെയും പഴംപൊരിയൊക്കെ പുറത്തുനിന്ന് വാങ്ങലാണേ. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുത്തത് ഇങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളതെല്ലാം കഴിച്ച് ചെറിയൊരു ചായകുടി പരിപാടികളെല്ലാം കഴിഞ്ഞ് വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയേ. കൂടെ അമ്മയുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ചെടി നട്ട കാര്യവും അതും ഇതുമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണേ. മത്തങ്ങ പോയി നോക്കി. കൊച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് കേട്ടോ. ഇതൊരു മഞ്ഞ. അപ്പോൾ അതിനെ നമ്മൾ ഈ സൂര്യപ്രകാശം കിട്ടുന്ന സൈഡിലേക്ക് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണേ. കാരണം പൂവിടുന്നത് കുറവാണേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് 1-2 കളർ വേറെ ഉണ്ട് കേട്ടോ. വെള്ളയുണ്ട്, പിന്നെ ഇതാ മഞ്ഞ ഇവിടെ ഇങ്ങനെ ഈ പടർന്ന് കിടക്കുന്ന ടൈപ്പും ഉണ്ടേ. പിന്നെ ഇതാ വയലറ്റ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ പടർച്ചയായിട്ടുണ്ടാകുന്നതാണേ. ഈ വേലി സൈഡിലൊക്കെ നടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ. ഇത് 2 കളർ ചേർന്നതാണേ. പിന്നെ വൈറ്റും കൂടി ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി.